എല്ലാവർക്കും നമസ്കാരം. കൊളോണിയ തോവാർ വെനസ്വേലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിൽ നിന്ന് ഏകദേശം 66 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തുന്ന ഒരു ഹിൽ സ്റ്റേഷൻ. കൊളോണിയ തോവാറിലേക്കുള്ള യാത്രയിൽ ഒരു ഭക്ഷണത്തിന് വേണ്ടി നിർത്തിയതാണ് ഗോൾഫിയാഡോസ്. നമ്മുടെ സാധാരണ മധുരമുള്ളൊരു ബന്ന്, അതിൻ്റെ അകത്ത് ഇറച്ചി, ചീസ്, തേങ്ങ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു മധുരമുള്ള ബന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്നത്, നമ്മുടെ പൊറോട്ട എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്ര പ്രാധാന്യമുള്ള ഒരു ഡിഷാണ് വെനസ്വേലയിലെ. അവിടുന്ന് ഭക്ഷണം കഴിച്ചു നമ്മൾ നേരെ കൊളോണിയ തോവാറിലേക്കുള്ള യാത്രയിലാണ്. ഇത് നമ്മുടെ ഒരു ഗാർഡനാണ്, ഹൈഡ്രാഞ്ച എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. മണ്ണിൻ്റെ pH അനുസരിച്ച് കളർ മാറി ഉണ്ടാകുന്ന പൂവുകളാണിത്. അസിഡിറ്റി ആണ്, pH 7 താഴെയാണെങ്കിൽ അസിഡിറ്റി സോയിലാണ്. അങ്ങനെയാകുമ്പോൾ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവും. ആൽക്കലൈൻ 7 കൂടുതലാണെങ്കിൽ കളറ് പിങ്ക്, റെഡ് വരെ ആയി മാറുന്നുണ്ട്. ഇതേക്കുറിച്ച് അവിടെ കുറച്ച് കഥകളൊക്കെ ഉണ്ട്. അവർ സ്പാനിഷിൽ പറയുന്നുണ്ട്. വിവാഹവും പ്രേമവും സ്നേഹവും ഒക്കെ ആയിട്ട് ബന്ധമുള്ളതെന്നുള്ളൊരു കഥകളവിടെ പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല, കാരണം അത് അവർ പിന്നെ വിശദീകരിച്ച് തന്നു. അതിലൊന്നും വലിയ പ്രാധാന്യമില്ല. നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലെയുള്ള ചെടികളും പൂന്തോട്ടങ്ങളും ഒക്കെ. കാഴ്ചകളിൽ നമ്മൾ ഇക്വേറ്ററിൻ്റെ ഭൂമധ്യരേഖയുടെ ചുറ്റിനുള്ള ഭാഗം തന്നെയാണ് വെനസ്വേലയും ഇന്ത്യയൊക്കെ. അതുകൊണ്ട് ഈ സസ്യലതാദികളെല്ലാം ഏകദേശം ഒരേ രീതിയിലായിരിക്കും. നമ്മുടെ മൂന്നാർ, ഊട്ടിയൊക്കെ പോലെ തന്നെ തണുപ്പും. എങ്കിലും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ജർമ്മനി ഓഫ് കരീബിയൻ എന്നാണ് അറിയപ്പെടുന്നത്. 1840-കളിൽ ഇവിടെ ജർമ്മനിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് സെറ്റിൽ ചെയ്യും. അത് അവരുടെ സംസ്കാരം അതേ രീതിയിൽ തന്നെ പിന്തുടരുകയും ചെയ്തതാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെയൊക്കെ പ്രത്യേകത ജർമ്മൻ മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണെന്ന്. ഇതൊരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് കേട്ടോ. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ വിശദീകരിച്ച് കൊടുക്കുന്നു. നമുക്ക് വലിയൊരു പ്രത്യേകതയൊന്നുമില്ല, കാരണം നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ചോക്ലേറ്റായിട്ട് മാറ്റുന്ന പല ഫാക്ടറികളും ട്രഡീഷണലായിട്ട് ചെയ്യുന്ന കുറേ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് വലിയ പ്രത്യേകതയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ടൗൺ ഡെല്ലേഴ്സ്, സിറ്റിയിൽ ജീവിക്കുന്നവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കാം. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഫാക്ടറികളിൽ ഉള്ളൊരു കച്ചവടമാണിത്. പല വിധത്തിൽ ചോക്ലേറ്റുകൾ രൂപാന്തരം പ്രാപിച്ചിട്ട് ഉള്ള ഇതാണ്. കുറേ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. യു ലവ് കൊളോണിയ ടോവാർ, ഐ ലവ് കൊളോണിയ ടോവാർ എന്നാണ് അത് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. ഞായറാഴ്ചയല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്ക് കുറവാണ്. ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ വളരെ തിരക്കായിരിക്കുന്നതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും നമ്മുടെ ടീം മെമ്പേഴ്സാണ് കേട്ടോ. ഒരു ഫോട്ടോ എടുക്കുകയാണ്, വീഡിയോ എടുക്കുന്നതിൻ്റെ രംഗമാണിത്.
ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ അവധി ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നതാണ്. ഞാൻ യാത്ര ചെയ്തത് അലാസ് ടൂർസ് എന്ന് പറയുന്ന വെനസ്വേലയിലെ ഒരു ടൂർ കമ്പനിയിലാണ്. അതിലിപ്പോൾ ഈ ടീമിൽ എല്ലാ വെനസ്വേലക്കാരാണ്. സ്പാനിഷ് സംസാരിക്കുന്നു, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സ്പാനിഷ് മനസ്സിലാകാത്ത ആളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഗൈഡും കൂടിയുണ്ട്. അവർ ടീച്ചറാണ്. സ്പാനിഷ് അറിയാത്ത ആൾക്കാർ ഇവരുടെ ടീമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ഇങ്ങനെ ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ ഗൈഡായിട്ട് കൊണ്ടുവരും. നമ്മളിവിടുത്തെ ഒരു സോസേജ് ഫാക്ടറി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ഗുണ്ടർ GUNTER എന്നറിയുന്നത് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. അതിനുള്ള സോസേജ് ഫാക്ടറിയാണ്. ട്രഡീഷണൽ രീതിയിലാണ് ഇവരെല്ലാം ഉണ്ടാക്കുന്നത്. 15 മീറ്റർ നീളവും 498 കിലോഗ്രാം തൂക്കവുമുള്ള ഒരു സോസേജ് ഇവരുണ്ടാക്കി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചിട്ട ആൾക്കാരാണ്. ഇവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ബിസിനസ് വളർന്ന് ചാരിറ്റിയൊക്കെ ചെയ്യാറുണ്ട്. ഒരു ഹോസ്പിറ്റൽ വരെ ഇവിടെ നടത്തുന്നുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ OP പ്രൊസീജിയേഴ്സ് മാത്രം കേട്ടോ, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാം. നമ്മൾ സാമ്പിളായിട്ട് കഴിക്കാൻ തോന്നുന്നു. സത്യം പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കഷ്ണം കൂടെ നമുക്ക് കഴിക്കണമെന്ന് തോന്നും. ഇത് ഒരു വിശദീകരിക്കുകയാണ്. ഈ സോസേജ് ഫാക്ടറിയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. 80 വർഷത്തോളം പഴക്കമുള്ളതാണെന്നാണ് അവർ പറയുന്നത്. സ്പാനിഷിലാണ്. പിന്നെ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷ് ഗൈഡ് പറഞ്ഞു തന്നതിലാണ് ഈ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. നമുക്ക് ഇൻ്റർനെറ്റിൽ വേണമെങ്കിൽ ഇത് അന്വേഷിച്ച് നോക്കാം. ഒരു ഫാമിലിയാണ് ഇത് നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അടുത്തത് നമ്മൾ ബിയർ ഫാക്ടറിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. നമുക്ക് പുതുമയുള്ളതൊന്നുമല്ല. ഈ യൂറോപ്യൻസ് അവർ വരുന്നവർക്ക് ഇതിൻ്റെ ഫെർമെൻറ്റേഷനും ആൽക്കഹോളായി മാറുന്നതൊക്കെ പലർക്കും കൗതുകമാണ്. ലോകത്തിലെല്ലായിടത്തും ഇങ്ങനെയാണ്. സ്റ്റാർച്ച് ഫെർമെൻറ്റ് ചെയ്ത ആൽക്കഹോളായി മാറും. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ലോക്കലായിട്ട് ലഭ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്ന രീതിയിലുള്ള ബീറുകളാണ് പലതും എന്നുള്ളതാണ്. നമ്മൾ ചവർപ്പ് അനുഭവിച്ച് പോയ ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയും പിടിക്കണമെന്നില്ല. എന്നാലൊരു സ്വീറ്റാണ്. ഞാൻ ട്രൈ ചെയ്തത് മോറ എന്ന് പറയും. നമ്മുടെ മൾബറി പോലെയൊക്കെയുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്ലേവറാണ്. ആ ഫ്രൂട്ട്സ് ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. നമ്മൾ ബ്ലാക്ക്ബെറി എന്ന് പറയും. പല വെറൈറ്റി ഉണ്ടല്ലോ. അത് മോറ എന്ന് പറയുന്നത് നമ്മുടെ മൾബറി പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. സിറ്റിയിൽ കൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ. ഇതെല്ലാം പഴയ രീതിയിൽ തന്നെ ഒരു വ്യത്യസ്തമാണ്. നമ്മൾ വെനസ്വേലയുടെ മറ്റ് സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് ഇവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കൺസ്ട്രക്ഷൻ അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പുതിയതുണ്ടാക്കുന്നതൊക്കെ ഏകദേശം ഇതേ രീതിയിൽ തന്നെയാണ്. ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ഇറ്റിനറി. അവരുടെ മെനു വലിയ കുഴപ്പമൊന്നുമില്ല.
അഡീഷണലായിട്ട് നമ്മൾ ഹോട്ട് ഡ്രിങ്ക്സ് ബിയർ അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം കൊടുക്കണം. അങ്ങനെ നമ്മൾ ബിയറൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് കൂട്ടത്തിൽ ഞാനും കൂടി. ഒരു രസമല്ലേ, യാത്രയല്ലേ, നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ഒരു 16 ഡിഗ്രി 17 ഡിഗ്രി ഉള്ളൂ. നല്ല ആൽക്കഹോളിക് വെതറായതുകൊണ്ട് 2-3 എണ്ണമൊക്കെ ചെറുത് കിട്ടുന്നുണ്ട്, ചെറിയ ബോട്ടിലാണ്. അന്ന് കഴിച്ചു. കൂട്ടത്തിൽ കമ്പനിക്ക് ആൾക്കാരുണ്ട്. ഞാൻ സോസേജ് പോലത്തെ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഡ്രിങ്ക് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഇവിടെ ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഷോപ്പിങ്ങിൻ്റെ ഒരു സമയമാണ്. നല്ല കളർഫുള്ളായിട്ട് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാം ഇവിടെ ലോക്കലായിട്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ കുറേ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. പൊതുവേ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിൽ നമ്മൾ വളരെ പുറകിലാണ്. കാരണം വെയിറ്റ് കൂടുമെന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ വെയിറ്റ് അല്ല, ബാഗുകളുടെ വെയിറ്റ്. 7 കിലോ ക്യാബിൻ ബാഗേജ് ബാക്ക് പാക്കുമായിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വെയിറ്റ് കൂടുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്നേരത്തെ തിന്നാനുള്ള എന്തെങ്കിലും വാങ്ങിച്ചാലായി, അത്രയേ ഉള്ളൂ. നമ്മൾ നേരെ പോകുന്നത് സെൻറ്റ് മാർട്ടിൻസ് ചർച്ചാണ്. ഇവിടുത്തെ പ്രധാന ഒരു ചർച്ചാണ്. ഹായ്, ഹോലാ, ഇന്ത്യ. ഇത് സെൻറ്റ് മാർട്ടിൻസ് ചർച്ച്. ജർമ്മൻസ് ഇവിടെ കുടിയേറി പാർത്തപ്പം തൊട്ട് നിലവിലുള്ള ഒരു പള്ളിയാണ്. 1843 തന്നെ നിർമ്മാണം കഴിഞ്ഞതാണ്. ചെറിയൊരു രൂപത്തിൽ മരത്തിൻ്റെ ഫ്രെയിമും മരവും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ജർമ്മനിയിലൊക്കെ പണ്ടേ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ്. ഈ ഫ്രെയിം ബ്ലാക്ക്, ബാക്കി വൈറ്റ്, അങ്ങനെയുള്ളൊരു പരിപാടിയിലാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പല സമയങ്ങളിൽ അതിൻ്റെ കൂട്ടിച്ചേർക്കലുകളും കൺസ്ട്രക്ഷൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 1980 ഇതൊരു കോൺക്രീറ്റിൻ്റെ ഭാഗങ്ങളായിട്ട് മാറ്റിയത് ചിലതൊക്കെ. ഇവിടുത്തെ കൊളോണിയ തോവാറിലെ ജനങ്ങളുടെ ഒരു പ്രധാന ഒരു പള്ളിയാണ്, കാത്തലിക് ചർച്ചാണ്. നവംബർ 11 അവരുടെ ഒരു ഫീസ്റ്റ് ഉണ്ട്. അവരുടെ കൃഷിയും അവരുടെ സാംസ്കാരിക പൈതൃകമൊക്കെ വിളിച്ചോതുന്ന രീതിയിലും അതിനെ സൂചിപ്പിക്കുന്നതും അതിനെ ഓർക്കുന്നതുമായ രീതിയിലുള്ള ഒരു ഫീസ്റ്റാണ് ഇവിടെ നടക്കുന്നത് നവംബർ 11 എല്ലാ വർഷവും. നമ്മുടെ സ്ട്രീറ്റിൽ കൂടെയൊക്കെയുള്ള ഒരു യാത്രയാണ് കേട്ടോ. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. പീച്ചസ്, സ്ട്രോബെറി, പിന്നെ നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയൻ്റെ വലിപ്പമുള്ളൊരു തരം ഫ്രൂട്ട്സ് കാണാം. അത് നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും യൂറോപ്പിൻ്റെയും കാനഡയുടെയും ഭാഗത്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഞൊട്ടാഞ്ഞൊടിയൻ. ഗൂസ്ബെറി, നമ്മുടെ നെല്ലിക്കല്ല കേട്ടോ, സായിപ്പന്മാരുടെ ഗൂസ്ബെറി. പിന്നെ കാണുന്നത് പ്രധാനമായിട്ട് പച്ചക്കറികളിൽ ക്യാബേജ് ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്. നമുക്കത് കാണാം, ഈ നമ്മുടെ വീഡിയോയിൽ കാണാം. കോളിഫ്ലവർ, ക്യാരറ്റ്, ഒനിയൻ, പൊട്ടറ്റോസ്, അങ്ങനെ എല്ലാം തന്നെ കാണാം. കുറേ ടൂറിസ്റ്റുകൾ ഇത് വാങ്ങിക്കുന്നുണ്ട്. ഇത് വെച്ചിരിക്കുന്നതും അതിൻ്റെ കളർഫുള്ളായിട്ടുള്ള അത് കാണാനും വളരെ രസമാണ്. നമ്മുടെ ഇവിടുത്തെ സ്ട്രീറ്റുകളിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. ഇവിടെ നിർമ്മാണം എല്ലാം ശരിക്കും ഒരു വുഡ് ബേസ്ഡാണ്. മരത്തിനാണ് പ്രാധാന്യം കൂടുതൽ നൽകിയിരിക്കുന്നത്. മരത്തിൻ്റെ ആ ഒരു ഡിസൈനുകളും കാര്യങ്ങളും പുറത്തേക്ക് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണും. ഒരു ഓഫ് വൈറ്റ് ഫ്രണ്ട്, അതാണ് മരത്തിൻ്റെ. അങ്ങനെ കളർഫുള്ളല്ല, ഒരു മങ്ങിയ വെള്ള കളറ്. ഇൻറ്റീരിയറൊക്കെ മിക്കവാറും ബ്ലാക്ക് ആയിരിക്കും. എല്ലാം മരം തന്നെ. റൂഫ് റെഡ് ടൈൽഡ് റൂഫ്, ചുവന്ന ടൈൽ. അങ്ങനെ മുകളിൽ നിന്നുള്ള വ്യൂ നമ്മൾ മാപ്പുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മേലെ നിന്നെല്ലാം ഇങ്ങനെ ചുവപ്പ് കളറായിട്ട് കാണാൻ പറ്റും. ഒരു പ്രത്യേക രീതിയിൽ തന്നെ നല്ല രസമാണ് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. തണുപ്പും ചെറിയൊരു മൂടലും ഒക്കെ ആയിട്ട് ഉള്ള രസമുള്ള ഒരു നടത്തമാണ് ഇത്. വെൽ ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിൻ്റെ കിണർ
അത്ര എഴുതിയിട്ടുള്ളൂ. ഇതിനെക്കുറിച്ചൊന്നും ഒരിടത്തും പ്രതിപാദിച്ചായിട്ട് കാണുന്നില്ല. അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പണം ഇടുന്നുണ്ട്. സന്തോഷം കൂടിയോണ്ടായിരിക്കാം. ഞാനും അവിടെ വന്നൊരു ഫോട്ടോ എടുത്തു. ഇനി അതിൻ്റെ ഒരു സന്തോഷക്കുറവ് വേണ്ട എന്ന് വിചാരിച്ചു. അടുത്ത നമ്മുടെ യാത്ര വൈൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലേക്കാണ്. എല്ലാം ഈ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ലഭ്യമായ ഫ്രൂട്ട്സ് എല്ലാം ഉപയോഗിച്ച് ഇവരിവിടെ വൈൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നമ്മളൊന്ന് ട്രൈ ചെയ്തത് പാഷൻ ഫ്രൂട്ടിൻ്റെയാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും അത്ര തന്നെ. നമ്മൾ ബിയർ മുമ്പ് പലതും ടേസ്റ്റ് ചെയ്തു, അതിൽ ഓരോന്നും ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഫ്ലേവർ അതിലുണ്ടാവും. Final. Comúnmente el café que vamos a degustar lo damos sin azúcar, pero es para que observen que no es ácido, no es amargo ni se siente pesado. Si ven su color es claro para lo fuerte que sabe. Esto que tengo por acá, el fruto del café, no sé si lo habían visto antes. ട്രഡീഷണലായ രീതിയിൽ കാപ്പി ഉണ്ടാക്കുന്ന ഒരു വിധം പഠിപ്പിക്കുകയാണ് ഈ കുട്ടി ഇവിടെ. വളരെ ശ്രദ്ധാപൂർവ്വം എല്ലാവരും കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും പണ്ട് ഇതേപോലെ കാപ്പി വറുത്ത് പൊടിച്ച് നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടാക്കി കാപ്പി കുടിച്ചിരിക്കുന്നു. അത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുകയാണ്, അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ആ കുട്ടി പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ട്. അത് അവരുടെ ഒരു തൊഴിലാണ്. Nosotros lo que hacemos es lo siguiente. Esta máquina que está por acá, una cerezadora de café, se le introduce el fruto del lado de arriba, se le da vuelta manualmente. Lo que es la cáscara va saliendo del lado de atrás y del lado de adelante nos sacando el grano de café, así tal cual. Lo que hacemos es llevar a fermentación durante 4 días para después pasar a la réplica exacta de cómo lo hacemos. Viene siendo la parte más importante para nosotros. Somos tercera generación, casi cuarta. Con más de 60 años en la producción del café tenemos un requisito familiar y es mantener nuestro tostado a leña. Nos ayuda a resaltar su sabor y a mejorar su azúcar natural. Utilizando solo leña de durazno y de guayaba porque es la más típica en la zona y un tipo de leña que no transfiere su sabor al café. Introducimos una carga dentro del cilindro y un hombre le empieza a dar vuelta manualmente durante 1 hora 40 a 2 horas sin detenerse de la siguiente manera. Es un ejercicio, una hora y El movimiento tiene que ser aquí hacer quesos y otros productos con leche de cabra. Ya saben, voy traduciendo con leche de cabra. En este sitio también ustedes van a poder ver las cabritas que están. നമ്മുടെ ലാസ്റ്റ് സൈറ്റാണ് നമ്മുടെ ടൂർ ഐറ്റിനറിയിൽ. അത് ആട്ടുംപാലിൽ നിന്നുണ്ടാക്കുന്ന പാലുൽപ്പന്നങ്ങളുടെ ഒരു ഫാക്ടറിയാണ്. എല്ലാം ട്രഡീഷണൽ രീതിയിൽ ചെറിയ രീതിയിലുള്ളതാണ്. വൻ സംവിധാനങ്ങളൊന്നുമല്ല. ചെറിയൊരു സ്ഥലമാണ്. അവർക്ക് ഉപയോഗിക്കാനും അത്യാവശ്യം വെനസ്വേലയിലേക്ക് കയറ്റി അയക്കാനുമുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ഇവരുണ്ടാക്കുന്നുള്ളൂ. കൊളോണിയ തോവർ വെനസ്വേലയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് വെനസ്വേലയിലേക്ക് ഇന്ത്യക്കാർക്ക് പോകണമെങ്കിൽ വിസ ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വെനസ്വേല കോൺസുലേറ്റിൽ ഡൽഹിയിൽ പോകേണ്ടതുണ്ട് വിസ കിട്ടാൻ വേണ്ടിയിട്ട്. 1 വർഷത്തേക്കാണ് സാധാരണ വിസിറ്റിംഗ് വിസ അവർ കൊടുക്കൽ. എനിക്ക് 1 വർഷത്തേക്കാണ് കിട്ടിയത്. ഏജൻറ്റുമാരെ അവർ സ്വീകരിക്കുന്നില്ല. അതിൻ്റെ വിവരങ്ങൾ കമൻ്റ് ഇടുവാണെങ്കിൽ എങ്ങനെ പോകേണ്ടതെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം. ഇമെയിൽ അഡ്രസ്സ്, നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് കോൺസുലേറ്റുമായിട്ട്. ഏജൻറ്റുമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മലയാളി യാത്ര എല്ലാ രാജ്യങ്ങളിലും പോകാൻ ആഗ്രഹിക്കുന്നു. പ്രോത്സാഹിപ്പിക്കുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. വീണ്ടും ഇതുപോലുള്ള അപൂർവ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.